മലപ്പുറം കരുളായിയിലെ 2.5 വയസ്സുകാരിയുടെ മരണം പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ കുടുംബം രംഗത്ത്. കുട്ടിയെയും മാതാവിനെയും ഉപദ്രവിക്കുന്നത് പരാതിപ്പെടാൻ ചെന്നപ്പോൾ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് രൂക്ഷമായി പെരുമാറി എന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും നിയമം നൽകുന്ന പരമാവധി ശിക്ഷ കുട്ടിയുടെ പിതാവിന് നൽകണമെന്നും മരണപ്പെട്ട കുട്ടിയുടെ മാതാവും കുടുംബാംഗങ്ങളും പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയോടെയാണ് മലപ്പുറം കരുളായി സ്വദേശിനി ഷഹബാനത്തിന്റെ 2 മക്കളിൽ മുതിർന്ന കുട്ടിയായ ഫാത്തിമ ജസ പിതാവിൽ നിന്നും അതിക്രൂര ആക്രമണം നേരിട്ട് കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണകാരണം തലച്ചോർ ഇളകിയതിനാലും വാരിയെല്ലുകൾ പൊട്ടി ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ തറച്ചു കയറിയതിനാലും ആണെന്നാണ്. സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ച പാടുകളും കുട്ടിയുടെ ശരീരത്തിലുണ്ട്. 70ഓളം മുറിവുകൾ ആ പിഞ്ചു ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അതേസമയം ഈ ക്രൂരത ചെയ്ത പിതാവായ മുഹമ്മദ് ഫായിസ് ആണെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നും പറഞ്ഞ് കുട്ടിയുടെ മാതാവും കുടുംബാംഗങ്ങളും രംഗത്തെത്തി. ഇവര് മുഴുവൻ നിന്നുകൊണ്ടാണ് ഈ കുട്ടിന്റെ മുന്നിൽ വെച്ചത്. അപ്പൊ ഓന് നല്ല ശിക്ഷ കൊടുക്കും. ഓന് തൂക്കുകാർ കൊടുക്കുന്ന ഓണെന്ന് ഓന് കുടുംബത്തിന് കൊടുത്ത് തന്നത് കുട്ടിന്റെ മുന്നിൽ വെച്ചാണോ കാട്ടത് മുഴുവൻ കാട്ടിയത്. ഇവളെ റൂമ് കുന്തിട്ട് വായം തൊള്ളിക്കും ചെയ്തിരിക്കുന്നത് പൊത്തി പിടിച്ചിക്കണ്. അങ്ങനെയാണ് കുട്ടിനെ കാട്ടിയത്. പലതവണ ഫായിസ് കുട്ടിയെയും മാതാവിനെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ഫായിസിന്റെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നും കുടുംബം ആരോപിക്കുന്നു. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസ് ഫായിസിനെതിരെ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ മോശമായ രീതിയിൽ പെരുമാറി എന്നും കുടുംബം ആരോപിക്കുന്നു. നാത്തൂന് പറഞ്ഞ് എടി ഇങ്ങോട്ട് വാവ് തന്നെ ഞങ്ങൾ കാണിച്ചു തരാന്നൊക്കെയാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഓളെ ഉപദ്രവിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓളെ നല്ല ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓളെ നാത്തൂനും ഓളെ ഉമ്മയും ഒക്കെ അതേപോലെ തന്നെയാണ് ഇവിടെയും കുട്ടീനെ ഉപദ്രവിച്ചിരിക്കുന്നത്. 6 മാസമായിട്ടുള്ള പ്രസവം കഴിഞ്ഞിട്ട് ഓപ്പറേഷനാണ്. ആ കുട്ടീനെ ഈ കോലത്തിൽ എടി ഇങ്ങോട്ട് വാവടി അന്നെ ഞാൻ കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചീനി. അല്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെന്ത് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു? നമ്മളോട് ഓളെ വൈക്ക് വിട്ടു ഭർത്താവാണ് ഓല് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തോ? എവിടെ പോലീസില്? നമ്മൾ കാളിയാവിലും ചെല്ലാൻ പറയുമ്പോ ഒരു പറയും കാളിയാവ് പോവാന്. കാളിയാവ് ചെല്ലുമ്പോ പറയും പൂക്കോട്ടുംപാടം, നിങ്ങൾ സ്റ്റേഷന് പൂക്കോട്ടുംപാടാണ്. നമുക്ക് എവിടെയില്ല, ഏത് സ്റ്റേഷനും ഇല്ല. ഏത് സ്റ്റേഷൻ ചെന്നാലും ഞാൻ ചോദിച്ച് പൂക്കോട്ടുംപാട് സ്റ്റേഷനിൽ ഞാൻ ചോദിച്ച് പിന്നെ എനിക്ക് ഏതാ സ്റ്റേഷന് അത് പറഞ്ഞു തരി, നിങ്ങൾ അവിടേക്ക് ഇവിടേക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് പോലെ അവിടുന്ന് ലാസ്റ്റ് പോലെ പറഞ്ഞ് ഈ കേസ് ഷാബാനത്തിന്റെ കേസും കൊണ്ട് ഇതിക്ക് ഈ സ്റ്റേഷനിക്ക് വരണ്ടാന്ന്. അതാരാ പറഞ്ഞു? വനിതാ പോലീസ്. എവിടെ? പൂക്കോട്ടുംപാടം സ്റ്റേഷനിൽ. അതിന്റെ മുന്നൊരു വനിതാ പോലീസ് അതേമാതിരി തന്നെ പുറത്തേക്ക് പോന്നാണ്ട് ഇന്നെ പുറത്താക്കി. ഓല് നമ്മളോട് പറയാൻ പറ്റാത്ത വാക്കുകളെ നമ്മളെ ഓല് പറയണത്. ഓല് നമ്മളെ സഹകരിച്ചല്ല ചുരുക്കം ആക്ഷൻ അത് എടുക്കണില്ല. കാരണം ഇവര് പറഞ്ഞാലും ഒന്നും ഒരു സ്വീകരിക്കില്ല. കാരണം ആണുങ്ങളില്ലല്ലോ പറയാൻ. ഓലിക്ക് വരുമ്പോ ഒരു മധ്യസ്ഥക്കാരൻ വരും. കാളിയാവിലായാലുണ്ടാവും പൂക്കോട്ടുംപാടത്തായാലുണ്ടാവും. ഇതിച്ചങ്ങളെ പുറത്താക്കാം. അതല്ലല്ലോ നിയമത്തിന്റെ വഴിക്ക് പോകണം. ഞാനും ഈ കുട്ടി മാത്രമേ സ്റ്റേഷനിക്ക് പോണുള്ളൂ. ഓല് കൂട്ടത്തിൽ ഓല് പാർട്ടി ഒരു ആളുണ്ട്, അതിനും വിളിച്ചിട്ട് ഓല് വരും. അപ്പം വരും. അപ്പൊ ഓല് പറയുന്നതാണ് ഇവര് അനുസരിക്കുന്നത്. അതാരാണ് ആള്? അത് നൗഷാദ്. നൗഷാദ് അവിടെ പൂക്കോട്ടുംപാടല്ല, ഓനെന്താ പരിപാടി? അയാൾ പാർട്ടിക്കാരൻ. പാർട്ടിക്കാരനാണ്. നിങ്ങളിപ്പോ ലാസ്റ്റ് എങ്ങനെ ഇവിടെ അങ്ങോട്ട് വിട്ടത്? പൂക്കോട്ടുംപാടം സ്റ്റേഷൻ ഓര് പറഞ്ഞാൽ ഓല് ഒന്നിച്ച് ജീവിക്കാനുള്ളതല്ലേ. അതാണ് ഈ കുട്ടിനെ കൊണ്ടുപോകണം. ഓല് പറഞ്ഞോളാ പറഞ്ഞത്. പോകുമ്പോഴും പറഞ്ഞേക്കണേ ഈ കുട്ടിനെ ഞാൻ കൊല്ലു. പറഞ്ഞാടന്നെ കൊണ്ടുപോയിക്കണത്. പക്ഷെ കൊണ്ടയോ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. തോക്ക് കാണിച്ച് കാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ്? അതാരാ? ഫായിസ്. നീതി കിട്ടണം, എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. അത് ഞങ്ങൾ ഈ സമയത്ത് വീട്ടിൽ ഇവള് മാത്രമേ ഉള്ളായിരുന്നു? ആ സമയത്ത് ഇവളെ വീട്ടില്, ഹസ്ബൻഡിന്റെ വീട്ടില് അളിയനും ഇവനും
പെങ്ങളും എല്ലാരും കണ്ടു നിൽക്കാണ്. അളിയന് സത്യം മൊഴി കൊടുത്തല്ലോ, അളിയാൻ കണ്ടിക്കണു കൊന്നത് അളിയാൻ പറഞ്ഞു. അളിയ എപ്പോഴാണ് സത്യം പറഞ്ഞത് ഓനാണ് കൊന്നതെന്നുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 8 മണിയോടെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാതാവിന്റെ വീട്ടിലെത്തിച്ച് തുടർന്ന് കരുളായി വലിയ ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261 274 361 9496 401 160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.